ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിലമ്പൂർ കോവിലകത്തുമുറി ഡിവിഷനിൽ ഇത്തവണ പോരാട്ടം കടുക്കും. നിലവിലെ നഗരസഭാ വൈസ് ചെയർപേഴ്സണായ അരുമ ജയകൃഷ്ണനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ ചെയർപേഴ്സണുമായ പത്മിനി ഗോപിനാഥാണ് UDF സ്ഥാനാർത്ഥി. കോവിലകത്തുമുറി സ്വദേശിനിയായ ഗീത ഉള്ളാടത്തൊടിയാണ് NDA സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആകെ 910 വോട്ടർമാരുള്ള ഡിവിഷനിൽ 700-ലധികം വോട്ടർമാരാണ് സ്ഥലത്തുള്ളത്. ഇവരെ എല്ലാവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് 3 പേരുടെയും ശ്രമം. 3 പേരും ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. നിലമ്പൂർ നഗരസഭയുടെ നിലവിലെ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ 3ാം തവണയാണ് മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ 2 തവണയും വിജയിച്ചിരുന്നു. കഴിഞ്ഞ തവണയാണ് LDFന് നഗരസഭാ ഭരണം ലഭിച്ചതോടെ ഉപാധ്യക്ഷയായത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഭാരവാഹിയും സജീവ പ്രവർത്തകയുമാണ്. 2ാം ഡിവിഷനിലെ വോട്ടർ കൂടിയായതിനാൽ പ്രചാരണത്തിൽ എവിടെയും ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലെന്നത് പ്രചരണം എളുപ്പമാക്കുന്നതായി അവർ വ്യക്തമാക്കി. നിലവിൽ കോവിലകത്തുമുറി ഡിവിഷൻ BJPയുടെ കൈകളിലാണെങ്കിലും അത് പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് അരുമയെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ നല്ല ആവേശമാണുള്ളതെന്നും ഇവർ വ്യക്തമാക്കി. നിലവില് നിലമ്പൂർ നഗരസഭയിലെ 2ാം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. ഇത് 3ാം തവണയാണ് മത്സരിക്കുന്നത്. 2ാം ഡിവിഷനിൽ 2015-20 കൗൺസിലർ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ വാർഡിലേക്ക് തിരഞ്ഞെടുപ്പുമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ വാർഡ് കൂടിയാണ്, ഞാൻ താമസിക്കുന്ന വാർഡ് കൂടിയാണ്. എല്ലാ ആളുകളെയും നമുക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ശുഭപ്രതീക്ഷയുണ്ട് ഈ വാർഡിൽ. പിന്നെ വാർഡ് ചെറുതാണ് എങ്കിൽ കൂടി ടൗണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫോറസ്റ്റിൻ്റെ ഒരു അതിരുണ്ട്. അപ്പോൾ വാർഡിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ, അതായത് ഒരു അതിര് പുഴയാണ്, ഒരു ഭാഗം ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യം നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ പ്രളയത്തിൽ നമ്മളെ ഈ പ്രദേശത്ത് ഉള്ള ഒരു കെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് കുറച്ച് പ്രശ്നങ്ങൾ നിലവിൽ ഈ വാർഡിലുണ്ട്. ചെറിയ ചെറിയ റോഡുകളുടെ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ആളുകൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, വികസനം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആണ് നിലവിലിത് സിറ്റിംഗ് സീറ്റ് BJPയുടെയാണ്. അത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അതേസമയം മത്സരം കടുത്തതാണെന്നും അവർ സമ്മതിച്ചു. 8ാം തവണയാണ് UDF സ്ഥാനാർത്ഥി മത്സര രംഗത്ത് വരുന്നത്. ആദ്യ തവണ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഇതുവരെ പരാജയമെന്തെന്ന് അറിഞ്ഞിട്ടില്ല. 1990-ൽ ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ച് വിജയിച്ചു. 1995-ൽ നിലമ്പൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായി. 2000-ൽ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റായി. 2005-ൽ ജില്ലാ പഞ്ചായത്തിലേക്കും വിജയിച്ചു. 2010-ൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷയും 2015-ൽ നഗരസഭയുടെ അധ്യക്ഷയുമായി. 2020-ൽ മത്സര രംഗത്ത് നിന്ന് വിട്ടുനിന്നു. കോവിലകത്തുമുറിയിൽ ജനിച്ചു വളർന്ന പത്മിനി ഗോപിനാഥിന് എതിർ സ്ഥാനാർത്ഥിയെ പോലെ തന്നെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. എല്ലാവരും കൂടെ കളിച്ചു നടന്നവരോ പഠിച്ചവരോ ഒക്കെയാണ്. താൻ ആരാണെന്ന് നാട്ടുകാർക്കറിയാമെന്നും രാഷ്ട്രീയത്തിനപ്പുറം പ്രദേശത്തുകാരി എന്ന പരിഗണന ലഭിക്കുന്നുണ്ടെന്നും കൂടെയുണ്ടായിരുന്ന MK ബാലകൃഷ്ണൻ, ദിലീപ് കമ്പാടത്ത്, പാലക്കോൾ ശ്യാമള, സതി എന്നിവരുടെ മുഖത്ത് നോക്കി പത്മിനി ഗോപിനാഥ് പറഞ്ഞു. ജന്മസ്ഥലം, ഞാൻ കളിച്ചു വളർന്ന സ്ഥലം, അതിലെ ആളുകൾ എന്നെ മകളായിട്ട് തന്നെ ഈ പ്രദേശത്തുകാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വരികയാണ് അപ്രതീക്ഷിതമായിട്ട്. അപ്പം അതിൻ്റെ ഒരു മാനസിക പ്രശ്നം എനിക്കുണ്ടായിരുന്നു, ജനങ്ങൾ അങ്ങനെ സ്വീകരിക്കുമെന്ന്. പക്ഷേ ഒരാശങ്ക എനിക്കില്ല. ഞാൻ വീണ്ടും അവരെ മകൾ തിരിച്ചെത്തിയ സന്തോഷത്തോടെ തന്നെയാണ് എനിക്ക് ഇവിടുത്തെ ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്. പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടാണോ നമ്മൾ വോട്ട് ചോദിക്കുന്നത്? ഇല്ല, അങ്ങനെ പറയേണ്ട കാര്യം ഇതിലില്ല. പറയാതെ തന്നെ ഇവിടുത്തെ ആളുകൾക്ക് അറിയാം ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന്. BJPയുടെ അംഗമായ ഗീതയും ഇതേ നാട്ടുകാരിയും എല്ലാവർക്കും സുപരിചിതയുമാണ്. റിട്ടയർഡ് സ്കൂൾ ജീവനക്കാരിയാണ്. മികച്ച സ്ഥാനാർത്ഥി എന്നതിനാൽ കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി ഈ ഡിവിഷനിൽ വിജയിച്ചപ്പോൾ നേടിയതിനേക്കാൾ ഉയർന്ന വോട്ട് വാങ്ങി വിജയിക്കുമെന്ന് തന്നെയാണ് പാർട്ടി അംഗങ്ങളുടെയും അഭിപ്രായം. പാർട്ടി സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാവണം മത്സരിക്കേണ്ടതെന്ന് ഉറപ്പിച്ചയാൾ കൂടിയാണ് ഗീത. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.
ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. Charitra Vivag Bridal Collections by Shobhika Weddings.